ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കാശ്മീർ വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും റെഡിയായി വാനിൽ കയറി. സോൻമാർഗ് എന്ന് പറയുന്ന സ്ഥലമാണ്, മെഡോസ് ഓഫ് ഗോൾഡ്. അതായത് ഗോൾഡൻ നിറത്തിലുള്ള പുല്ലുകൾ നിറഞ്ഞ താഴ്വാരങ്ങളെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൽ പോണ വഴിക്കൊക്കെ നമുക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും നദിയോ മൗണ്ടൻസോ ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഇത് തന്നെ കാണാനുള്ളത്. നമ്മൾ ഡ്രൈവറോട് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. വേഗം വന്നിട്ട് ഓടി കയറി, തണുപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. ഇപ്പോൾ താഴ്വാരം ഇത് മലയുടെ രണ്ട് മലയുടെയും താഴെ കൂടി ഇങ്ങനെ താഴ്വാരമാണ്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്. അത് നമ്മൾ ഇതിലൊന്നും കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാട്ടോ. ഇതിലും കൂടുതൽ പച്ചപ്പായിരിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിലെന്നാണ് പറഞ്ഞത് കേട്ടോ. ഡിസംബർ ആകുമ്പോഴത്തേക്കും മഞ്ഞുകൊണ്ട് മൂടും ഇവിടെയൊക്കെ. ഈ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. മുകളിലേക്കൊന്നും ആരെയും കയറ്റി വിടില്ല എന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാൻ അവിടെ എവിടെയോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ആ ലൊക്കാലിറ്റിയിലുള്ള ഡ്രൈവേഴ്സിൻ്റെ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം എക്സ്പേർട്ട് ഡ്രൈവേഴ്സിനെ ഇതൊക്കെ കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്പീഡിലാട്ടോ. ഞങ്ങൾക്ക് കാണുമ്പോൾ പേടിയാവുമായിരുന്നു. കാരണം ഒരു സൈഡ് ഭയങ്കര കുത്തനെയുള്ള ഇതാണല്ലോ ഇറക്കം, ഒരു സൈഡിൽ മല, പ്രത്യേകിച്ച് മരങ്ങളോ അങ്ങനെയൊന്നും വലിയ മരങ്ങളൊന്നും ഇല്ല. നമുക്ക് വീടുകളോ ഒന്നും കാണില്ലല്ലോ. ഇതാണ് സോജില പാസ് എന്ന് പറയുന്നത്. സോജില പാസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനഗറിനെയും ലേനെയും കൂടി കണക്ട് ചെയ്യുന്ന ഭാഗമാട്ടോ. ഈ വഴി കൂടിയാണ് ലേയിലേക്ക് പോണത്. അത് 0 പോയിൻ്റ് എന്ന് പറയുന്നത് 11,000 ഫീറ്റ് എബവ് ആണ് സീ ലെവലിൽ നിന്ന്. അപ്പോൾ ഓൺ ദ വേ നമുക്ക് മലയാളികളായ ബൈക്ക് റൈഡേഴ്സിനെ കണ്ടു. അപ്പോൾ അവരെ പിടിച്ചു നിർത്തി. രാഖി, വിസ്മയ, ആശ 3 പേരും ബൈക്കിൽ കയറി. രാഖിയും വിസ്മയ സ്റ്റിൽ ഫോട്ടോയാണ് എടുത്തത്. ആശ പക്ഷേ ഒരു റൗണ്ട് വെച്ചു കേട്ടോ ആ ബൈക്കുകാരൻ്റെ ഒപ്പം. ബുള്ളറ്റായിരുന്നു. അവർ ഡൽഹിയിൽ നിന്ന് വരണമായിരുന്നു കേട്ടോ. പിന്നെ പീക്കിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ്റെ വക ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ നടക്കുക, ഇങ്ങനെ റൗണ്ട് വെക്കുക. ചുറ്റും മലകളാട്ടോ. അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അതുപോലെ നമ്മൾ തണുപ്പത്ത് വന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചാൽ ചായ ചോദിച്ചു കഴിയുമ്പോൾ ഭയങ്കര ചാർജാട്ടോ. 100 രൂപ 80 രൂപയൊക്കെയാണ് ചായക്ക്. പിന്നെ ഞങ്ങൾ 0 പോയിൻറ്റിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഈ ടാങ്കറും അതും ഇതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. പട്ടാളക്കാരുടെ ഏരിയയാണ് ആ ഭാഗം. അപ്പോൾ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ കയറി ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അതിനൊന്നും റെസ്ട്രിക്ഷനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു റിവർ പോകുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഡാൻസാണ്. സ്റ്റെപ്പ് കണ്ടാൽ മനസ്സിലാവില്ലേ, മാങ്ങപറി ചെളിക്കുത്ത്. ഞാൻ വീഴാൻ പോയിട്ടാ. അവിടെ നിന്നോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പോകുന്ന വഴിക്ക് ബേതാബ് വാലി എന്ന് പറയുന്ന സ്ഥലം. അവിടെ പക്ഷേ ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ. കാരണം മുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് റിവർ, അത് അവിടെ നല്ല കുത്തൊഴുക്കായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് നമ്മൾ ആപ്പിൾ തോട്ടം കണ്ടത് കേട്ടോ. ആപ്പിൾ തോട്ടം നമ്മൾ ആപ്പിൾ ട്രീന്ന് ആദ്യമായിട്ട് കാണുകയല്ലേ നേരിട്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് ഇഷ്ടമുള്ള അത്രയും പറിച്ചോ, അവർ തൂക്കിയിട്ട് വിലയിട്ടോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറപറ പറിച്ച് ഡയറക്റ്റ് വായിലേക്കൊക്കെ ഇന്ന് കഴുകാനൊന്നും വന്നില്ല. അങ്ങനെ നല്ല എന്താ പറയുക, ഒരു സ്പെഷ്യൽ ടേസ്റ്റായിരുന്നു. നമ്മൾ ഇവിടെ നിന്നൊന്നും മേടിക്കണ പോലെ അല്ല കേട്ടോ. ഫ്രഷ് ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ച് കഴിഞ്ഞാലേ. അപ്പോൾ അങ്ങനെ ആപ്പിൾ മരമൊക്കെ കണ്ട് അങ്ങനെ നടന്നു ആപ്പിൾ തോട്ടത്തിൽ കൂടി കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ അത് ആപ്പിൾ മരം കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ മേരി മാതാവിനൊരു പാട്ട് വന്നു. അവളങ്ങനെ പാട്ട് പാടി ആസ്വദിച്ച് കാണുക കേട്ടോ. ഇത് ആപ്പിള്, കുറച്ച് ആപ്പിളൊക്കെ ഞങ്ങൾ മേടിച്ചു. ഇവിടെയുള്ളവരൊക്കെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കാശ്മീർ ആപ്പിൾ കൊണ്ടുതന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ നിന്നും മേടിച്ചു, തോട്ടത്തിൽ നിന്നും മേടിച്ചു. അല്ലാണ്ട് വെൻഡേഴ്സ് ഉണ്ട്, അവർ ഹോട്ടലിൽ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോനേൻ്റെ തലേ ദിവസം രാത്രിയിൽ. അപ്പോൾ പാക്ക് ചെയ്ത് നമുക്ക് തന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനുള്ള റെഡി ടു പാക്കായിരുന്നു. അങ്ങനെ പാക്ക് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അവിടെ നടന്ന് ആപ്പിൾ തോട്ടത്തിൽ നടന്ന് ഫോട്ടോ കീച്ചിങ് ആയിരുന്നു. എല്ലാവരും ഫോട്ടോയും വീഡിയോസും. ഒരു കണക്കിന് നന്നായി. ആ വീഡിയോസൊക്കെ എനിക്ക് ഇതുപോലെ വ്ളോഗിൽ ഇടാൻ പറ്റിയല്ലോ. അന്ന് പക്ഷേ അത്ര ഇമ്പോർട്ടൻസ് തോന്നിയില്ല. എന്നാലും തിരിച്ചു വന്ന വഴിക്കും ഇതുപോലെ തന്നെ മലയും നദിയും ഒക്കെയാണ് കേട്ടോ. കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും മനോഹരമാണ്.
അപ്പോൾ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് നേരെ പോരുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം.